ഇൻ കേസ് എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇഫ്, അൺലെസ്, അൺടിൽ, ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻ കേസിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ കേസ് വരുന്ന സെന്റൻസിൽ രണ്ട് ക്ലോസസ് ഉണ്ടാവും, ഒരു മെയിൻ ക്ലോസ്, ഒരു സബോർഡിനേറ്റ് ക്ലോസും. മെയിൻ ക്ലോസിൽ ഏത് ടെൻസ് ആണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചാണ് സബോർഡിനേറ്റ് ക്ലോസിലെ ടെൻസ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടെ മെയിൻ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സോ സിമ്പിൾ ഫ്യൂച്ചർ വരുന്ന മെയിൻ ക്ലോസിൽ ഇൻ കേസിന്റെ സബോർഡിനേറ്റ് ക്ലോസിൽ എടുക്കേണ്ടത് സബ്ജക്ട് പ്ലസ് V1 എന്നുള്ള ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇൻ കേസ് യു ഫൊർഗെറ്റ് ആണ്. സോ ഇവിടെയാണ് സബ്ജക്ട് പ്ലസ് V1 എന്നുള്ള ഫോം വന്നിരിക്കുന്നത്. സോ ഇൻ കേസ് എന്ന സബോർഡിനേറ്റ് ക്ലോസിൽ വരേണ്ടത് സബ്ജക്ട് പ്ലസ് V1 എന്നുള്ള ഫോം ആണ്. മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ് തന്നിരിക്കുന്നത് എങ്കിൽ, മെയിൻ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഐ റാങ് ആൻഡ് റിമൈൻഡഡ് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് വരുന്ന സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ എടുക്കേണ്ടത് പാസ്റ്റ് ടെൻസ് തന്നെയാണ്, V2 ഫോം തന്നെയാണ് എന്ന് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഐ റാങ് ആൻഡ് റിമൈൻഡഡ് യു ഇൻ കേസ് യു ഫോർഗോട്ട് ആണ്.